ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 4-ാം യൂണിറ്റിലെ പുതിയ ഒരു ചാപ്റ്ററാണ്, അൽ ഔദത്തു ഇലൽ ഹയാത്ത് എന്നുള്ളത്. നുശാഇദു അശ്ശാശ വനക്റഉ. നമുക്ക് ആ സ്ക്രീന് നോക്കാം, നമുക്കത് വായിക്കാം. അൽ ഔദത്തു ഇലൽ ഹയാത്ത്. ഔദ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരവ് എന്നർത്ഥം, റിട്ടേൺ എന്നർത്ഥം. ഇലൽ ഹയാത്ത്, ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ്. ഇവിടെ ആ സ്ക്രീനിൽ കാണുന്നുണ്ട 3 ആൾക്കാരുണ്ട് അല്ലേ? വെളുത്ത ഷർട്ട് ധരിച്ച ആളാണ് നമ്മുടെ ഫുവാദ്. ആ ചുവപ്പ് ഡ്രസ്സ് ഇട്ടത് മുമ്പ് പഠിച്ച നമ്മുടെ അഹ്മദ്. പിന്നെ മറ്റാൾ നമ്മളുടെ ഇൻ്റർവ്യൂ നടത്തുന്ന ആളാണ്, അഥവാ ചാനൽ റിപ്പോർട്ടുകാരൻ. എന്താണ് പറയുന്നത്? മുറാസിലുൽ ഖനാത്ത്. അപ്പോൾ ഇവിടെ സംഭാഷണമാണ്, 3 പേരുള്ള സംഭാഷണങ്ങളാണ്. ഇവിടെ ഫുവാദ് അതുപോലെ അഹ്മദും ചാനൽ റിപ്പോർട്ടിൻ്റെ അടുത്തേക്ക് വന്നിക്കാണ്. എൻ്റെ ഓരോ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉത്തരം പറയാം. ഒരു സംഭാഷണം. മുറാസിലുൽ ഖനാത്ത്, ചാനൽ റിപ്പോർട്ടർ എന്നാണ്. അപ്പോൾ ചാനൽ റിപ്പോർട്ട് പറയുകയാണ്, അഹ്ലം ബിക യാ അഹ്മദ്, മുൻദു അയ്യാം യതഹദ്ദസു അന്നാസു അൻ ഔദതിക ഇൽ ഹയാത്ത്, നർജു മിൻക മസീദൻ മിനൽ അഖ്ബാർ. അഹ്ലം ബിക യാ അഹ്മദ്, അഹ്മദ് നിനക്ക് സ്വാഗതം. അഹ്മദിനോട് പറയാണ് നിനക്ക് സ്വാഗതമെന്ന്. മുൻദു അയ്യാം യതഹദ്ദസു അന്നാസ് അൻ ഔദതിക. മുൻദു അയ്യാം, യൗമുൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് അയ്യാം എന്നുള്ളത്. മുൻദു അയ്യാമിൻ, കുറച്ചു ദിവസങ്ങളായി, യതഹദ്ദസു അന്നാസു അൻ ഔദതിക ഇലൽ ഹയാത്ത്. യതഹദ്ദസു, സംസാരിക്കുകയാണ്, അന്നാസു ജനങ്ങൾ, അൻ ഔദതിക ഇലൽ ഹയാത്ത്, ജീവിതത്തിലേക്കുള്ള ഈ തിരിച്ചുവരവിനെ കുറിച്ച്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് ദിവസങ്ങളായി ആളുകൾ സംസാരിക്കുകയാണ്. നിർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, മിൻക നിന്നിൽ നിന്ന്, മസീദൻ മിനൽ അഖ്ബാർ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അഹ്മദ് പറയുകയാണ്, ഞാൻ അതെ, ഹാദിൽ അവ്വലു മറത്തിൻ ഉഅബ്ബിറു അൻ ഹഹാസീസി അമാമൻ നാസ്. ഹാദിൽ അവ്വല മറ, മറത്ത് എന്ന പ്രാവശ്യം എന്നർത്ഥം. ഹാദിഹി അവ്വലു മറ, ഞാൻ ആദ്യമായാണ്, ആദ്യത്തെ പ്രാവശ്യമാണ്, ഉഅബ്ബിറു അൻ ഉഹാസീസി അമാമൻ നാസി, എൻ്റെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറയുന്നത്. അൻ ഉഅബ്ബിറു എന്ന് പറയുകയാണ്, അൻ അഹാസീസി, എൻ്റെ ഈ വിവരങ്ങളൊക്കെ, എൻ്റെ ഈ അനുഭവങ്ങളൊക്കെ, അമാമൻ നാസി, ജനങ്ങളുടെ മുന്നിൽ. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുന്നത്, പറയുന്നത്. മുറാസുൽ ഖനാത്ത് ചാനൽ റിപ്പോർട്ട് പറയുകയാണ്, അഹ്മദ്, കൈഫ വസൽത ഇലാ സൂഖിൽ അഹ്മദീന, താങ്കൾ എങ്ങനെയാണ് ഈ പട്ടണത്തിലേക്ക്, ഈ പട്ടണത്തിലെ മാർക്കറ്റിലേക്ക് എത്തിയത്, അങ്ങാടിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കൈഫ, എങ്ങനെയാണ്, വസൽത നീ എത്തി, ഇലാ സൂഖിൽ മദീന, ഈ പട്ടണത്തിലുള്ള അങ്ങാടിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അപ്പോൾ അഹ്മദ് പറയുകയാണ്, കുന്തു ഫി റിആയത്തി അമ്മി, കുന്തു, ഞാനായിരുന്നു, ഫി റിആയത്തി അമ്മി, എൻ്റെ അമ്മാവൻ്റെ സംരക്ഷണത്തിലായിരുന്നു. ഞാൻ എൻ്റെ അമ്മാവൻ്റെ സംരക്ഷണത്തിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ദാത്ത യൗമിൻ, ഒരു ദിവസം, ജറ, നടന്നു, ജിദാലുൻ, തർക്കം നടന്നു, ബൈനീ വ ബൈനഹു, എൻ്റെയും എൻ്റെ അമ്മാവൻ്റെയും ഇടയിൽ, ഞാനും അമ്മാവൻ്റെയും ഇടയിൽ ഒരു തർക്കം നടന്നു. ആ തർക്കത്തിൻ്റെ ഇടയിൽ ഫളറബനീ, എന്നെ അടിച്ചു,
അൽ അമ്മു എൻ്റെ അമ്മാവൻ അടിച്ചു. വ തൊറദനി എന്നെ ആട്ടി ഓടിച്ചു മിനൽ ബൈത്ത് വീട്ടിൽ നിന്ന്. തറക്തു ഞാൻ ഉപേക്ഷിച്ചു അൽ ബൈത്ത ആ വീടിനെ ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് വവസൽത്തു ഞാൻ എത്തി ഇല സൂഖ് അങ്ങാടിയിലേക്ക് ഞാൻ എത്തിയത് അങ്ങനെയാണ്. മുറാസുൽ ഖനാത്ത് ചാനൽ റിപ്പോർട്ട് പറയുകയാണ്, ഖുൻത ഫീ റിആയത്തി അമ്മിക താങ്കൾ താങ്കളുടെ അമ്മാവൻ്റെ സംരക്ഷണത്തിലായിരുന്നോ? താങ്കൾ താങ്കളുടെ അമ്മാവൻ്റെ സംരക്ഷണത്തിലായിരുന്നോ? ഹൽ അബവാക അലാ ഖൈദിൽ ഹയാത്ത്. ഇവിടെ അബുൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പ നടത്തും, ഫാദർ അല്ലേ. അബവാക്ക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളൊക്കെ പറയാം അബവാക്ക് എന്നുള്ളത്. അപ്പോൾ ഹൽ അബവാക്ക് അല ഖൈദിൽ ഹയാത്ത്, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഹൽ അബവാക്ക അല ഖൈദിൽ ഹയാത്ത്, ജീവിച്ചിരിപ്പുണ്ടോ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചാനൽ റിപ്പോർട്ടുകാരൻ അഹമ്മദിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അഹമ്മദ് മറുപടി പറയുകയാണ്, ല ഇല്ല, മാത്ത വാലിദായ ഖബ്ല സനവാത്തി, മാത്ത എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, വാലിദായ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി, ഖബ്ല സനവാത്തി വർഷങ്ങൾക്ക് മുമ്പ്, വ അന ഇബ്നുഹുമ അൽ വഹീദ് ഞാൻ അവരുടെ ഏക മകനാണ്, വ അന ഞാൻ ഇബ്നുഹുമ അവർ രണ്ടുപേരുടെയും മകനാണ്, അൽ വഹീദ് ഏകനായ ഞാൻ അവരുടെ ഏക മകനാണ്. മുറാസുൽ ഖനാത്ത് കൈഫ തഖല്ലസ്ത മിൻ അമാലത്തിൻ അത്ഫാൽ, കൈഫ എങ്ങനെയാണ്, തഖല്ലസ്ത രക്ഷപ്പെട്ടത്, മിൻ അമാലത്തിൽ അത്ഫാൽ ബാലവേലയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപ്പോൾ അഹ്മദ് പറയുകയാണ്, വലില്ലാഹിൽ അൽഹംദ്, അല്ലാഹുവിനാണ് സ്തുതി, ദൈവത്തിനാണ് സ്തുതി എന്നർത്ഥം. ഖല്ലസനി ഹാദൽ അഖുൽ ഫുവാദ്, ഖല്ലസനി എന്നെ രക്ഷപ്പെടുത്തി, ഹാദൽ അഖ് ഈ സഹോദരൻ, ഫുവാദ് ഈ ഫുവാദ് എന്ന് പറയുന്ന സഹോദരനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഖാബലനി എന്നെ കണ്ടുമുട്ടി, ഹീനമാ കുന്തു അബിയുൽ അക്കിയാസ് എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ഹീനമാ കുന്തു ഞാൻ ആയിരുന്ന സമയത്ത്, അബിയുൽ അക്കിയാസ് ഞാൻ സെഞ്ചികൾ വിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഫുവാദിനെ കണ്ടുമുട്ടി. അങ്ങനെ സഅലനി എന്നോട് ചോദിച്ചു, അൻ സബബി അൽ വുസൂരി ഇല സൂഖ് മാർക്കറ്റിലേക്ക് എത്താനുള്ള കാരണം എന്നോട് ചോദിച്ചു. ഫബയ്യൻതുഹു ജമിഅ മാ ജറ, ഫബയ്യൻതുഹു ഞാൻ അദ്ദേഹത്തിനക്ക് ഫുവാദിനിക്ക് ഞാൻ വ്യക്തമാക്കി കൊടുത്തു, ജമിഅ മാ ജറ ആ നടന്ന മുഴുവൻ സംഭവങ്ങളും ഞാൻ വ്യക്തമാക്കി കൊടുത്തു. വബഅദ ബുർഹത്തിൻ പെട്ടെന്ന് ഒരു നിമിഷക്ക് ശേഷം എന്നർത്ഥം. വബഅദ ബുർഹത്തിൻ എന്ന് പറഞ്ഞാൽ അല്പം സമയത്തിന് ശേഷം, അഖ്ബല ഷുർത്തിയുൻ പോലീസ് വന്നു, വദഹബ ബി എന്നെ കൊണ്ടുപോയി, ദഹബറ പോയിന്നത് ബി എന്നെ കൊണ്ടുപോയി, ഇല മഖ്ഫറിൽ ഷുർത്തത്തിൻ പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷൻ്റെ അറബിയാണ് എന്ത്, മഖ്ഫറിൽ ഷുർത്ത. അങ്ങനെ പോലീസ് വന്ന് എന്നെ പോലീസ് എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മുറാസുൽ ഖനാത്ത് ചാനൽ റിപ്പോർട്ടുകാരൻ പറയുകയാണ്, ഫത്രത്തൻ കസീറത്ത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്താണല്ലോ, അപ്പോൾ പറയാണ് ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയ ഇടവേള. ബഅദ ലഹ്ലത്തിൻ നസ്തമിറു അൽ മുഖാബല അല്പം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ അഭിമുഖം തുടരാം, ഈ ഇൻ്റർവ്യൂ നമുക്ക് തുടരാം. ബഅദ ലഹ്ലത്തിൻ, ലഹ്ലത്തിന് സെക്കൻഡ് എന്ന കർത്തവ്യം, അല്പം നേരം സമയത്തിന് ശേഷം, നസ്തമിറു അൽ മുഖാബല നമുക്ക് എന്ത് ചെയ്യാം, ഈ അഭിമുഖം നമുക്ക് എന്ത് ചെയ്യാം, തുടരാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക്, ഒരു ഷോർട്ട് ബ്രേക്കാണ്, പിന്നെ ഒരു പരസ്യം അല്ലേ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സംഭാഷണമാണ്. എന്തിനെ പറ്റിയുള്ള സംഭാഷണമാണ്? നതഖയ്യലു വനുഇദ്ദു ഹിവാറൻ ദാറ ബൈന അഹ്മദ് വ ഫുവാദും ഫി സൂഖ്. അങ്ങാടിയിൽ വെച്ച് അഹ്മദും ഫുവാദും തമ്മിൽ രണ്ടുപേരും കണ്ടുമുട്ടിയ അവർ തമ്മിലുള്ള സംഭാഷണമാണ്.
അങ്ങാടിയിൽ എന്തൊക്കെയാണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക ആ സംഭാഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ്. എന്തായിരിക്കും? അപ്പോൾ ഇതാണ് സംഭാഷണം. ഫുവാദ് ചോദിക്കുകയാണ്, മസ്മുക്ക, എന്താ നിൻ്റെ പേര്? അഹ്മദ്, അന അഹ്മദ്, ഞാൻ അഹ്മദാണ്. ഫുവാദ്, ഐന ബൈത്തുക, നിൻ്റെ വീട് എവിടെയാണ്? അഹ്മദ്, ബൈത്തി, എൻ്റെ വീട്, ബഈദുൻ, വിദൂരത്താണ്, അൻഹാദിൽ മദീന, ഈ പട്ടണത്തിൽ നിന്ന് വിദൂരത്താണ് എൻ്റെ വീട്. ഫുവാദ് ചോദിക്കുന്നു, മല്ലദി അഖ്റജക മിൻ ബൈത്തിക, മല്ലദി അഖ്റജക മിൻ ബൈത്തിക, എന്താണ് നിൻ്റെ വീട്ടിൽ നിന്ന് നീ പുറത്തു പോരാനുള്ള കാരണം? നിന്നെ വീട്ടിൽ നിന്ന് നീ പുറത്തു പോരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അഥവാ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള കാരണം എന്താണ്? അഹ്മദ് പറയുകയാണ്, ഈദാവുൽ അമ്മ, എൻ്റെ അമ്മാവൻ്റെ പീഡനം കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് എൻ്റെ അമ്മാവൻ്റെ പീഡനം കാരണം കൊണ്ട്, ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫുവാദ് ചോദിക്കുന്നു, മാദാ ഫഅല അമ്മുക, നിൻ്റെ അമ്മാവൻ എന്താണ് ചെയ്തത്? അഹ്മദ് പറയുന്നു, ഖാന യളിരിബുനി, അദ്ദേഹം എന്നെ അടിക്കുമായിരുന്നു. യളിരിബു ലറബറ, അടിച്ചു എന്നല്ലേ. ഖാന യളിരിബുനി, അദ്ദേഹം എന്നെ അടിക്കുമായിരുന്നു. ലി ഉമൂരിൽ ബസീത, നിസാര കാര്യത്തിന് വേണ്ടി എൻ്റെ അമ്മാവൻ എന്നെ അടിക്കുമായിരുന്നു. ഫുവാദ് അപ്പോൾ ചോദിച്ചു, ഹൽ അബൂക അല ഖൈദിൽ ഹയാത്ത്, നിൻ്റെ ഉപ്പ, നിൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ലേ? അഹ്മദ്, ഇല്ല. തൂഫി വാലിദായ, എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി, ഖബ്ല സനത്തൈനി, 2 വർഷം മുമ്പ്. ഫുവാദ്, ഹൽ കുന്ത തദ്ഹബുൽ മദ്രസ, നീ സ്കൂൾക്ക് പോകുമായിരുന്നോ? അതാ പോകാറുണ്ടായിരുന്നോ അർത്ഥം. ഹൽ കുന്ത തദ്ഹബ്, നീ പോകാറുണ്ടായിരുന്നോ? ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് നീ പോകാറുണ്ടായിരുന്നോ? അഹ്മദ്, നഅം, അതെ. കുന്തു, ഞാനായിരുന്നു. ദാരിസൻ ഫി സ്വഫി സാദിസ്, ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഫുവാദ്, കം തക്സിബു ഫിൽ യൗമി മിൻ ഹാദിൽ അക്കിയാസ്, കം, എത്രയാണ്, തക്തസിബു, നീ അധ്വാനിക്കുക, ഫിൽ യൗം, ഒരു ദിവസം, മിൻ ഹാദിൽ അക്കിയാസ്, ഈ കീസയിൽ നിന്ന് എത്രയാണ് ഒരു ദിവസം നീ സമ്പാദിക്കുക, അധ്വാനിക്കുക, ഈ കീസ വിറ്റ് എത്ര നീ അധ്വാനിക്കും? അഹ്മദ് പറഞ്ഞു, 300 റൂബിയ, ഒരു ദിവസം എനിക്ക് എത്ര കിട്ടും? 300 റൂബിയ, 300 രൂപയെ കിട്ടും. ഫുവാദ്, ഹൽ തബഇ അൻ തദ്റുസ, ഹൽ തബഇ, നിനക്ക് ആഗ്രഹമുണ്ടോ? അൻ തദ്റുസ, പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അഹ്മദ്, ഫിഅലൻ, തീർച്ചയായും. അബ്ഇ അൻ അദ്റുസ, തീർച്ചയായും. അബ്ഇ, എനിക്ക് ആഗ്രഹമുണ്ട്. അൻ തദ്റുസ, പഠിക്കാൻ ആഗ്രഹമുണ്ട്. വലാകിൻ, പക്ഷേ. ഫുവാദ്, ലാ തഹസൻ, നീ ദുഃഖിക്കരുത്. അന ഉസഇദുക, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കാം, നിന്നെ ഞാൻ സഹായിക്കും. ഇതാണ് സംഭാഷണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ മോഡലൊക്കെ കണ്ടെത്തുക, എങ്ങനെയൊക്കെയാണ്, ഇതിൽ എന്തൊക്കെയാണ് വേർഡുകൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത്, ചോദ്യ വേർഡുകൾ അത് കണ്ടെത്തുക, ഇതിലേതൊക്കെയാണെന്നുള്ളതും എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളത് കണ്ടെത്തി പഠിക്കുക. പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹിവാറൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഒരു പാഠം, അതിൻ്റെ ബാക്കി, അഥവാ നമ്മളെ ചാനൽ റിപ്പോർട്ടും അഹ്മദും തമ്മിലുള്ള ഒരു ഹിവാർ നടന്നല്ലോ, അതിൻ്റെ ബാക്കി. മുറാസിലുൽ ഖനാത്ത്, മർഹബൻ ബിക യാ ഫുവാദ്, ഹൽ തഅരിഫു അഹ്മദ് മിൻ ഖബ്ലു. അപ്പോൾ ചാനൽ റിപ്പോർട്ടുകാരൻ പറയാണ്, മർഹബൻ ബിക യാ ഫുവാദ്, ഇപ്പോൾ ഫുവാദിനോട് അന്നി, മർഹബൻ ബിക, വെൽക്കം, സ്വാഗതം, യാ ഫുവാദ്, എ ഫുവാദെ. ഹൽ തഅരിഫു, നിനക്കറിയുമോ, അഹ്മദിനെ മിൻ ഖബ്ലു, ഇതിന് മുമ്പ് നിനക്ക് അഹ്മദിനെ അറിയുമോ? അപ്പോൾ ഫുവാദ് പറയുകയാണ്, ല, എനിക്ക് അഹ്മദിനെ അറിയുകയില്ല. ഷാഹത്തു, ഞാൻ കണ്ടു, ഫിൽ തിൽഫാസ്, ടിവിയിൽ, ടെലിവിഷനിൽ ഞാൻ കണ്ടു, ഇഅ്ലാനൻ, ഒരു പരസ്യം. എന്ത് പരസ്യമാണ്? അൻ വലദിൻ മഫ്കൂദിൻ, ഒരു കാണാതെയായ ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു പരസ്യം ഞാൻ കണ്ടു.
ഇൻദമാ റഅയ്തു അഹ്മദ ഫിസ്സൂഖി ഐകൻതു അന്നഹു ഹുവ. ഇൻദമാ റഅയ്തു ഞാൻ കണ്ട സമയത്ത്, അഹ്മദിനെ കണ്ട സമയത്ത്, ഫിസ്സൂഖ് അങ്ങാടിയിൽ അഹ്മദിനെ കണ്ടപ്പോൾ, ഐകൻതു ഞാൻ ഉറപ്പിച്ചു, അന്നഹു ഹുവ തീർച്ചയായും അവൻ ഇവൻ തന്നെയാണ്, ഞാൻ ടി വിയിൽ കണ്ട അവന് ഇവൻ തന്നെയാണെന്ന് എന്ത് ചെയ്തു, ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ ചാനൽ റിപ്പോർട്ടുകാരൻ, മനില്ലദി ഹറളക അലാ ഹാദിൽ അമൽ, അപ്പോൾ ഫുആദിനോട് ചോദിക്കുകയാണ്, എന്ത്, മനില്ലദി ഹറളക അലാ ഹാദിൽ അമൽ, ഈ പ്രവൃത്തിക്ക് താങ്കളെ പ്രൊമോട്ട് ചെയ്തത് എന്താണ്, ആരാണ് ഈ പ്രവൃത്തിക്ക് താങ്കളെ പ്രൊമോട്ട് ചെയ്തത്? അപ്പോൾ ഫുആദ് പറയുകയാണ്, ദാലിക റജുലുൻ അൽ ഫാദിൽ അസയ്യിദ് കൈലാഷ് സാത്തിയാർത്തി, ആ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ആര്? കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ആ വ്യക്തിയാണ് എന്നെ ഈ നല്ല ഒരു പ്രവൃത്തിക്ക് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ചാനൽ റിപ്പോർട്ടുകാരൻ ചോദിക്കുകയാണ്, ഫുആദ് മാദാ തഖൂലു ലിൽ മുശാഹിദീനൽ കിറാം, ഫുആദ് ഈ മാന്യ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കാണുന്ന ആൾക്കാരോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഫുആദ് പറയുകയാണ്, ഇന്നലിൽ അത്ഫാൽ ഹുഖൂഖൻ, തീർച്ചയായും കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്. മിൻഹ അതിൽപ്പെട്ടതാണ് അത്തർബിയത്തു വസ്സലാമത്തു മിനൽ ഈദാഅത്തി, വിദ്യാഭ്യാസവും പീഡനങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് എന്നുള്ളത്. ചാനൽ റിപ്പോർട്ട് മുറാസുൽ ഖനാത്ത് പറയുകയാണ്, ത്വബ്അൻ തീർച്ചയായും, അത്തുഫൂലത്തു കുട്ടിക്കാലം എന്നുള്ളത്, ശൈശവം എന്നുള്ളത്, ഫജ്റുൽ ഹയാത്തി ജീവിതത്തിൻ്റെ പ്രഭാതമാണ്. ശുക്രൻ, നന്ദി. അപ്പോൾ ഇതാണ് ഫുആദും മുറാസുൽ ഖനാത്തും തമ്മിലുള്ള സംഭാഷണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.